കേസ് സ്റ്റഡി സീരീസിലെ ആദ്യ വീഡിയോ ആണിത്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ. ജീവിതശൈലി രോഗങ്ങളുടെ ചികിത്സയിൽ മരുന്നുകൾക്കും ഓപ്പറേഷനുകൾക്കും പകരം ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിന് ഊന്നൽ നൽകുന്നു. എൻ്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആണ് ഇതിൽ പങ്കുവയ്ക്കുന്നത്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ഓപ്പറേഷൻ ഒഴിവാക്കാനും മരുന്നുകൾ കുറച്ചു കൊണ്ടുവന്ന് നിർത്താനും കഴിഞ്ഞ രോഗികളുടെ കേസ് സ്റ്റഡിയാണ് ഈ സീരീസ്. ജീവിതശൈലി രോഗങ്ങൾക്ക് പരിഹാരം മരുന്നും ഓപ്പറേഷനുമല്ല, അതിൻ്റെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കുകയാണ് എന്ന അവബോധം എല്ലാവരിലും ഉണ്ടാക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. പ്രമേഹത്തിനും പ്രഷറിനും ഹൈപ്പോതൈറോയിഡിസത്തിനും ഹൃദ്രോഗത്തിനുമായി 9 തരം മരുന്നുകൾ ദിവസവും എടുത്തിട്ടും ബൈപ്പാസ് ഓപ്പറേഷൻ ആവശ്യമായി വന്ന രോഗിക്ക് ബൈപ്പാസ് ഓപ്പറേഷൻ ഒഴിവാക്കി മരുന്നുകൾ കുറച്ചു കൊണ്ടുവന്ന് നിർത്താൻ എത്ര നാൾ കൊണ്ട് സാധിച്ചു? അസ്വസ്ഥതകൾ കുറയാൻ എത്ര നാൾ വേണ്ടി വന്നു? പരിശോധനാ ഫലങ്ങളിൽ ഉണ്ടായ പുരോഗതി തുടങ്ങിയവയാണ് ഇതിൽ വിശദീകരിക്കുന്നത്. ഒരു പ്രധാന കാര്യം കൂടി പറഞ്ഞിട്ട് കേസ് സ്റ്റഡിയിലേക്ക് പോകാം. നാം കഴിക്കുന്ന മരുന്നുകൾ എല്ലാം വിസർജ്യ വസ്തുക്കളായി നദികളിലേക്കും കുടിവെള്ളത്തിലേക്കും ചെടികളിലേക്കും ഭക്ഷ്യോൽപ്പന്നങ്ങളിലേക്കും എത്തും. അതായത് ഓരോ വ്യക്തിയും കഴിക്കുന്ന മരുന്നുകൾ വെള്ളത്തിലൂടെ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിലെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഭീഷണിയായി മാറുന്നു. അതിനാൽ ജീവിതശൈലി രോഗങ്ങളുടെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാനും മരുന്നുകളിൽ നിന്ന് മോചനം നേടാനും കഴിയേണ്ടത് ഈ തലമുറയുടെ മാത്രമല്ല, വരാൻ പോകുന്ന തലമുറകളെ, നമ്മളുടെ കൊച്ചുമക്കളെ രാസമലിനീകരണത്തിൻ്റെ വിപത്തുകളിൽ നിന്നും സംരക്ഷിക്കാൻ അനിവാര്യമാണ്. ജീവിതശൈലി രോഗങ്ങൾക്കായി ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുന്ന രീതി മാറണം. മരുന്നുകളിൽ നിന്നും മോചനം നേടേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാകണം, ബോധവൽക്കരണം ഉണ്ടാകണം. അതിനാൽ ജീവിതശൈലി രോഗങ്ങൾക്കായി മരുന്ന് കഴിക്കുന്നവർക്കും ഓപ്പറേഷന് തയ്യാറെടുക്കുന്നവർക്കും ഷെയർ ചെയ്യാൻ ഓർമ്മിക്കുക. ഈ പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വരുന്നു. അത് 175 സെൻറ്റിമീറ്റർ പൊക്കമുണ്ട്, വെയിറ്റ് 77 കിലോ, പുരുഷൻ, 63 വയസ്സ്. ബോഡിയുടെ, അതായത് നമ്മുടെ കലണ്ടർ ഏജ്, നമ്മൾ സാധാരണ ഏജ് പറയുമ്പോൾ നമ്മൾ കലണ്ടർ ഏജ് എന്നാണ് എന്നെ പറയുന്നത്, അത് 63, പക്ഷേ ബോഡി ഏജ് 65. വയറിൻ്റെ ചുറ്റളവ്, അപ്പോൾ നമ്മൾ ഒരു ആളുടെ ഒരു ഷേപ്പും അങ്ങനെയൊക്കെ നമ്മൾ അസസ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് റുട്ടീനായിട്ട് ചെയ്യുന്നതാണ് വയറിൻ്റെ ചുറ്റളവ്, വേസ്റ്റ് സർക്കംഫറൻസ് അല്ലെങ്കിൽ അബ്ഡോമിനൽ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. അത് 96 സെൻറ്റിമീറ്റർ. ബോഡിയുടെ കൊഴുപ്പിൻ്റെ അളവ് 32%. അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഡയഗ്നോസിസ് അനുസരിച്ച് അദ്ദേഹം നോൺ ഡയബറ്റിക് ആണ്. 23 വർഷമായിട്ട് ഡയബറ്റിക് ആണെന്നറിയാം, മരുന്നുകൾ കഴിക്കുന്നുണ്ട്. 3 വർഷമായിട്ട് ഹൈ പ്രഷറിന് മരുന്നുണ്ട്. തൈറോയ്ഡ് ഹൈപ്പോതൈറോയിഡിസം ഉണ്ട്, അതിനുവേണ്ടി ലിയോതൈറോക്സിൻ എടുക്കുന്നുണ്ട്. പിന്നെ 10 മാസമായി അദ്ദേഹത്തിന് ഹാർട്ട് ഡിസീസും ഉണ്ട്. അതിൽ ടെസ്റ്റിൽ TMD പോസിറ്റീവാണ്. അപ്പം ആൻജിയോഗ്രാം ചെയ്തപ്പോൾ ട്രിപ്പിൾ വെസൽ ഡിസീസാണ്. അതുപോലെ എക്കോയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുകൂടാതെ കോൺസെൻട്രിക് LVH, അത് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫിയും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മദറിന് ഡയബറ്റീസ് ഉണ്ടായിരുന്നു, ഹാർട്ട് ഡിസീസ് ഉണ്ടാകും. മദർ മരിച്ചു പോയത് ഹാർട്ട് അറ്റാക്ക് കാരണമാണ്. പിന്നെ നമ്മൾ ടെസ്റ്റുകളിലേക്ക് ഒന്ന് നോക്കുമ്പം ടെസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ കിഡ്നിയും രോഗം അഫക്റ്റ്, ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷൻ രണ്ടും കിഡ്നിക്ക് ദോഷം ഉണ്ടാക്കുന്നതാണ്. അത് GFR 53 കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൽ നമ്മളൊരു കാറ്റഗറി, നമ്മളൊരു അസുഖങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇതൊരു മെറ്റബോളിക് ഡിസീസും ഉണ്ട്, അതിൻ്റെ കൂടെ ഓട്ടോഇമ്യൂൺ ഡിസീസും ഉണ്ട്. ഈ പ്രഷർ, ഷുഗർ, യൂറിക് ആസിഡ് എന്നൊക്കെ പറയുന്ന മെറ്റബോളിക് ഡിസോർഡേഴ്സിലാണ് വരുന്നത്, കൊളസ്ട്രോൾ ഇതൊക്കെ. പിന്നെ ഇദ്ദേഹത്തിന് ഈ ഹൈപ്പോതൈറോയിഡിസം എന്നുള്ളത് ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇദ്ദേഹത്തിൻ്റെ മേജർ കാര്യം. പിന്നെ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിയുമ്പം കുറച്ചെങ്കിലും നടക്കുകയോ സ്റ്റെപ്പ് കയറുകയൊക്കെ ചെയ്യുമ്പോഴേക്കും ശ്വാസം മുട്ടൽ വരും. അത് ഈ അഞ്ചൈന പെയിൻ എന്ന് പറയല്ലേ, കൊറോണറി ആർട്ടറിയുടെ ബ്ലോക്കിൻ്റെ ഒരു ലക്ഷണമാണ്. ഈ ഒരു കിതപ്പും ശ്വാസം മുട്ടലും ഒക്കെ തോന്നുന്നത്. ഇത് തന്നെ, ഇതിനാണ് പോയി TMT ഒക്കെ ചെയ്തത്, അപ്പോഴാണ് നമ്മളിത് അറിയുന്നത്. പിന്നെ മൊത്തത്തിൽ ക്ഷീണമുണ്ട്. അപ്പം അതാണ്. അപ്പം ടെസ്റ്റുകൾ നോക്കുമ്പോൾ നമ്മൾ വെയിറ്റ്, BMI ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഉള്ളത് പരിശോധനയിലെ ഫലങ്ങൾ നോക്കുമ്പോൾ HbA1c 8.7 ഉണ്ട്. അതുപോലെ ഇൻസുലിൻ ലെവൽ ഒത്തിരി ഹൈ ആണ്, 41.1 ഉണ്ട്. ശരിക്കും 25 താഴെ, ശരിക്കും നോർമലാണെങ്കിൽ 4-5 ഒക്കെ മതിയാവുന്നതാണ്. ഷുഗറും 218 ഉണ്ട്. മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഷുഗറും HbA1c ഒക്കെ കൂടുതലാണ്. പിന്നെ മരുന്നൊക്കെ ഉണ്ടെങ്കിലും കൊളസ്ട്രോൾ കൺട്രോളിലാണ് മരുന്നിൽ, പക്ഷേ HDL കുറവാണ്, നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത് കുറവാണ്. GFR 53, കിഡ്നി ഫെയിലിയർ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ യൂറിയൻ, പൊട്ടാസ്യവും ക്രിയാറ്റിനും ഒക്കെ കൂടുതലാണ്. ക്രിയാറ്റിൻ 1.4 ഉണ്ട്, യൂറിയ 24 ഉണ്ട്, പൊട്ടാസ്യം 5.2 ഉണ്ട്, അത് ഇച്ചിരി കൂടുതലാണ്. പിന്നെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ്, WBC കൗണ്ട്, ESR ഇതൊക്കെ കൂടുതലാണ്. HSCRP അത് ഒരു കാർഡിയാക് മാർക്കറാണ്, അതും കൂടുതലാണ്. പിന്നെ തൈറോയിഡിൻ്റെ ആണെങ്കിൽ തൈറോയിഡ് ഫംഗ്ഷൻ, ഈ തൈറോയിഡ് മരുന്ന് എടുക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ TSHും കൂടുതലാണ്, അതുപോലെ T3 കൂടുതലാണ്. വൈറ്റമിൻ ഡി വെരി ലോ ആണ്, 14.9 എങ്കിലും. പക്ഷേ ട്രോപ്പോണിൻ
ലെവൽ, അതായത് നമ്മുടെ ആക്റ്റീവ് ഹാർട്ടിന് ഇപ്പോൾ ഒരു ഡാമേജ് ഉണ്ടോ, മസിലിന് ഡാമേജ് ഉണ്ടോ എന്ന് അറിയാനുള്ളതാണ് ട്രോപ്പോണിൻ ലെവൽ. ട്രോപ്പോണിൻ ലെവൽ നോർമലാണ്. പിന്നെ അദ്ദേഹം കഴിക്കുന്ന മരുന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലൂക്സിറ്റ്, അതായത് ഒരു ഡയബറ്റീസിന് വേണ്ടിയിട്ട് ഒരു മരുന്ന് 2 നേരം കഴിക്കുന്നുണ്ട്. ടെസ്ലാർ, അതും പ്രഷറിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഒരു പ്രൊമോളറ്റ് 25 എന്ന് പറഞ്ഞാൽ അതും ഹാർട്ടിന് വേണ്ടിയിട്ടും അതുപോലെ പ്രഷറിന് വേണ്ടിയിട്ടും രണ്ടിലും എഫക്റ്റ് ചെയ്യുന്ന മരുന്നാണ്. പിന്നെ ഒരു ഐസോഡിലുണ്ട്, അതും 3 നേരം കഴിക്കുന്നുണ്ട്, അതും ഹാർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ കൊളസ്ട്രോളിന് വേണ്ടിയിട്ട് റൊസിഡേ കഴിക്കുന്നുണ്ട്. പിന്നെ ബ്ലഡ് തിന്നറായിട്ട് ആസ്പിരിൻ കഴിക്കുന്നുണ്ട്. പിന്നെ തൈറോക്സിൻ 75, ഇത്രയും മരുന്നുകൾ അദ്ദേഹം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പം 3 വെസൽസിനും ബ്ലോക്ക് ഉണ്ട്, ബൈപ്പാസ് ചെയ്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇദ്ദേഹത്തിന് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ തുടങ്ങുമ്പോൾ തന്നെ ഡയബറ്റീസ്, ഇതിപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസാണ്, ഓൾറെഡി ഇൻസുലിൻ ലെവൽ കൂടുതലാണ്. അപ്പം ഡയബറ്റീസിൻ്റെ മരുന്നുകൾ നിർത്തുക എന്നുള്ളതാണ് ഫസ്റ്റ്. അന്ന് തന്നെ നമ്മൾ തുടങ്ങി ഒരു ദിവസം ട്രെയിനിങ് തുടങ്ങി നെക്സ്റ്റ് ഡേ അന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അന്ന് മുതൽ ഡയബറ്റീസിൻ്റെ മെഡിസിൻസ് എല്ലാം നിർത്തുക. വീട്ടിലിരുന്ന് തന്നെ ഷുഗർ 4 നേരം നോക്കണമെന്നുള്ള, ഡയബറ്റീസിൻ്റെ മെഡിസിൻ നിർത്തിയിരിക്കുക എന്നുള്ളതല്ല, നമ്മൾ 4 നേരം ഷുഗർ നോക്കണം. അപ്പോൾ ഓരോ നേരം നമ്മൾ ഷുഗർ കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റും എന്നുള്ളതാണ്. അതിൻ്റെ ഷുഗർ ഈവനിങ് ആയപ്പോഴേക്കും തന്നെ നോർമലായെന്നുള്ളതാണ്. യൂഷ്വലി കറക്റ്റായിട്ട് നോക്കുന്നവരുടെ അങ്ങനെ, അദ്ദേഹം നന്നായിട്ട് നോക്കുന്ന ആളാണ്. വൈകുന്നേരം ആയപ്പോഴേക്കും തന്നെ ഒരു 120 ആയിട്ട് ഷുഗർ കുറയുകയും ചെയ്തു. പിന്നെ നമ്മൾ ശരിക്കും ഒരു 8th ഡേ ആണ് നമ്മൾ വീണ്ടും പേഷ്യൻ്റ് വരുന്നത്. ഇൻ ബിറ്റ്വീനുള്ള സമയത്ത് നമ്മൾ വീട്ടിലിരുന്ന് ഓവർ ദ ടെലിമെഡിസിൻ ആയിട്ട് നമ്മുടെ ഡിജിറ്റൽ മെഷേഴ്സ് യൂസ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക, കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് തന്നെ. 8ാമത്തെ ദിവസം വന്നപ്പോഴേക്കും HbA1c 8.7 നിന്ന് 8.7 തന്നെ നിൽക്കുകയാണ്. പക്ഷെ മരുന്നില്ല, സെയിം ഇതാണ്. പക്ഷെ ഷുഗർ കുറഞ്ഞു, RBC 92 ഉള്ളൂ. ചിലർക്കൊക്കെ 8ാമത്തെ ദിവസം നോക്കുമ്പോഴേക്കും തന്നെ HbA1c കുറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ അത്ര കുറഞ്ഞിട്ടില്ല. അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചിലർക്കൊരു കാർബോഹൈഡ്രേറ്റ് ക്രേവിംഗ് ഒക്കെ ഉണ്ടാകും, ഇടയ്ക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ടുണ്ടാകും, അതുകൊണ്ടാണ് കുറയാതെ വരുന്നത്. അപ്പോൾ ചിലർക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം വരും, അപ്പോൾ അങ്ങനെയും വരാം. പക്ഷേ എന്നാലും HbA1c കൂടിയില്ല. പക്ഷേ സെക്കൻഡ് ഡേ വരുമ്പോഴേക്കും RBS, അത് ഫാസ്റ്റിംഗ് പോലും അല്ല, RBS 92 ഉള്ളൂ. കൊളസ്ട്രോള് അങ്ങനെ തന്നെ നിൽക്കുന്നു. പിന്നെ GFR 8th ഡേ വന്നപ്പോഴേക്കും തന്നെ 64ലേക്ക് കൂടി. ക്രിയാറ്റിന് 1.41 നിന്ന് 1.2 ആയിട്ട് കുറഞ്ഞു. യൂറിയ ഇത്തിരി കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പൊട്ടാസ്യം ഇത്തിരി കൂടുകയാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എക്സസൈസ് ഒക്കെ വരുമ്പോൾ ചിലർക്ക് അങ്ങനെ വരാം, ചിലർക്ക് ഇത് തന്നെ കുറയുമായിരിക്കും ചെയ്യുന്നത്. പിന്നെ HCRP കുറഞ്ഞു, തൈറോയിഡിൻ്റെ ഇതെല്ലാം കുറഞ്ഞു. തൈറോയിഡിൻ്റെ ഡോസൊന്നും നമ്മൾ കുറച്ചിട്ടില്ലായിരുന്നു, സെയിം ഡോസിൽ തന്നെ തൈറോക്സിൻ എടുക്കുന്നുണ്ട്. പക്ഷേ TSH T3 ഒക്കെ നോർമലായി. വൈറ്റമിൻ ഡി നമ്മൾ അപ്പം തന്നെ നോക്കാറില്ല, കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ്. വേറെ കുറേ പാരാമീറ്റേഴ്സും കൂടെ നോക്കിയിട്ടുണ്ട്. ഞാൻ നോർമലായിരുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ അവരുടെ സിംറ്റമാറ്റിക് ആണെങ്കിലും ഈ 8th ഡേ വന്നപ്പോഴേക്ക് തന്നെ ആ ശ്വാസം മുട്ടലിനും ക്ഷീണത്തിനും ഒക്കെ കുറവ് വന്നെന്നുള്ളതാണ്. കംപ്ലീറ്റ് പോയെന്നല്ല, ശ്വാസം കയറുമ്പോൾ ഒക്കെയുള്ള അതിനൊക്കെ തന്നെ ഒരു ആശ്വാസം വന്നു. പിന്നെ 15th ഡേ വന്നപ്പോഴേക്കും HbA1c 8.3 ആയിട്ട് കുറഞ്ഞു. അപ്പോഴേക്കും ഡയബറ്റീസിൻ്റെ മരുന്നുകൾ അപ്പോഴേക്കും ബാക്കിയുള്ള ഈ BP മരുന്നുകൾ കുറച്ചുകൊണ്ട് വരാൻ തുടങ്ങി. 8th ഡേ വന്നപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ടെസ്ലാർ നിർത്തി എന്നുള്ളതാണ്. പിന്നെ പ്രൊമലിറ്റ് മാത്രമേ ഉള്ളൂ. ആ മരുന്നാണേലും 15th ഡേ ആയപ്പോഴേക്കും പ്രൊമലിറ്റ് നിർത്താൻ പറ്റി. പിന്നെ 30th ഡേ വന്നപ്പോഴേക്കും മറ്റതെല്ലാം കുറച്ചുകൊണ്ട് വന്നു, ഐസോഡിലും എല്ലാം കുറച്ചുകൊണ്ട് വന്നു. 60th ഡേ വന്നപ്പോഴേക്കും ആകെ തൈറോക്സിൻ മാത്രം 50 തൈറോക്സിൻ എല്ലാം 60th ഡേ വരുമ്പോഴേക്കും എല്ലാ മെഡിസിനും കുറച്ചുകൊണ്ടുവന്ന് നിർത്താൻ പറ്റിയെന്നുള്ളതാണ്. 30th ഡേ വന്നപ്പോഴേക്കും തന്നെ എല്ലാത്തിൻ്റെയും ഡോസ് കുറഞ്ഞു. 60ാം ദിവസം ആയപ്പോഴേക്കും മരുന്നുകളെല്ലാം നിർത്താൻ പറ്റിയെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ HbA1cയുടെ കാര്യം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 15th ഡേ ആയപ്പോഴേക്കും 8.3 ആയി. 30ാം ദിവസം ആയപ്പോഴേക്കും 7.9 ആയി. 60ാം ദിവസം ആയപ്പോഴേക്കും 7 ആയി. 90ാമത്തെ ദിവസം ആയപ്പോഴേക്കും 6.6 ആയി. പിന്നെ ഷുഗർ ആദ്യത്തേത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ വിസിറ്റിലും ഷുഗർ നോർമലായിരുന്നുള്ളത്. അത് വീട്ടിൽ വെച്ച് നോക്കുമ്പോഴും ആകെ എന്തെങ്കിലും ഈ ആഴ്ചയിൽ ഒരു ദിവസം ഇഷ്ടമുള്ളത് കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ കഴിച്ചോളാൻ പറയും. ആ സമയത്ത് ഒഴിച്ച് ബാക്കി ഒരിക്കലും കൂടാറില്ല. ആ സിറ്റുവേഷനിലാണ്. പിന്നെ നമ്മൾ 30 ഡേയ്സ് ആയപ്പോഴേക്കും കൊളസ്ട്രോളിൻ്റെ മരുന്നെല്ലാം കുറച്ചുകൊണ്ട് വന്ന് നിർത്തി. കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുറച്ചുകൊണ്ട് വന്ന് നിർത്തി കഴിഞ്ഞപ്പം യൂഷ്വലി അതാണ് HDL കുറഞ്ഞിട്ടുള്ളവർക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് നിർത്തിയാൽ മാത്രമേ HDL നോർമൽ എത്തുന്നു എന്നുള്ളതാണ്. അതുവരെ വീണ്ടും ഈ HDL ഇങ്ങനെ കുറഞ്ഞു നിൽക്കും. 30 ഡേയ്സ് ആയപ്പോഴേക്കും HDL പതുക്കെ കൂടി വരാൻ തുടങ്ങി. 90 ഡേയ്സ് ആയപ്പോഴേക്കും HDL നോർമലായി. പക്ഷേ അന്ന് നമ്മൾ ആക്ച്വലി ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ കൊളസ്ട്രോളിന് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും 150 താഴെ നിൽക്കണമെന്നൊക്കെ പറയും. പക്ഷേ അത്രയും നിർത്തുമ്പോഴേക്കും നമ്മൾ ചിലപ്പം ഈ ബ്രെയിനിനും ഫങ്ഷനെയും മെമ്മറിയും ഒക്കെ അഫക്റ്റ് ചെയ്യാം.
അതുകൊണ്ട് മരുന്നില്ലാതെ അറൗണ്ട് ഒരു ബിലോ 250 നിർത്താം. ബൈദാദിൻ്റെ ആണെങ്കിൽ മരുന്നില്ലാതെ തന്നെ ഒരു 214 കുറഞ്ഞു വന്നെന്നുള്ളതാണ്. STLും കൂടി, ട്രൈഗ്ലിസറൈഡ് നോർമലായിട്ടാണ് നിൽക്കുന്നത്. GFR കൂടി 90 ദിവസമായപ്പോഴേക്കും 53-ന് 81 കൂടി എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ക്രിയാറ്റിന് 1.4-ന്ന് 1.1 വന്നു. എല്ലാ പാരാമീറ്റേഴ്സും തന്നെ കറക്റ്റ് ചെയ്തുകൊണ്ട് വരാൻ പറ്റിയെന്നുള്ളതാണ്. WBC കൗണ്ടും ESRും എല്ലാ കാര്യങ്ങളും കുറഞ്ഞു വന്നു. ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് എല്ലാം കുറഞ്ഞു വന്നു. അതുകൊണ്ടാണ്, അതായത് HSCRP ആണെങ്കിലും 8th ഡേ ആയപ്പോഴേക്കും തന്നെ കുറഞ്ഞത്. കാർഡിയാക് മാർക്കറാണ്. പിന്നെ ഓൾറെഡി ട്രൊപ്പോണിൻ ആയി കുറവായതുകൊണ്ട്, നോർമലും ആയതുകൊണ്ടാണ് ഈ ബ്ലഡ് തിന്നേഴ്സും കൊളസ്ട്രോളിൻ്റെ മരുന്നും എല്ലാം കുറച്ചുകൊണ്ട് വന്ന് നിർത്താനായിട്ടുള്ള ഇത് പറ്റുന്നത്. പിന്നെ ഉള്ളത് തൈറോയ്ഡ് ഫങ്ഷൻസ് ആണെങ്കിലും നോർമലായിട്ട്, അത് കഴിഞ്ഞ് മരുന്ന് കുറച്ചുകൊണ്ട് വന്ന് നിർത്തി കഴിഞ്ഞാലും നോർമൽ ആകുന്നുണ്ടെന്നും കൂടെ ഓരോ വിസിറ്റിലും ചെക്ക് ചെയ്ത് ഉറപ്പിക്കുന്നുണ്ട്. വൈറ്റമിൻ ഡി ആണെങ്കിലും അത് സപ്ലിമെൻറ്റും കൂടെ കൊടുത്തിട്ടാണ്. വൈറ്റമിൻ ഡി ആണെങ്കിലും 90 ഡേയ്സ് ആയപ്പോഴേക്കും 38.7 വന്നു. നമ്മൾ ഈ പേഷ്യൻ്റെ നമ്മളൊന്ന് മൊത്തത്തിലൊന്ന് ഒരു ബേസിക് സമ്മറൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ബേസിക്കലി ഇദ്ദേഹം വർഷങ്ങളായിട്ട് ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷനും ഒക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതാണ്. ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞു. അപ്പം നമുക്കിപ്പോൾ ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒന്നും മാറുകയില്ല എന്ന് പറഞ്ഞു. തൈറോയിഡും ഒക്കെ വീണ്ടും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം. പിന്നെ മിക്കവാറും നമ്മൾ ബൈപ്പാസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു ബ്ലഡ് തിന്നറിന് പകരം 2 ബ്ലഡ് തിന്നേഴ്സ് ആസ്പിരിനും ക്ലോപ്പിഡോഗ്രലും ആയി മാറും. അതിൻ്റെ കൂടെ വേറെ ചിലപ്പോൾ കാർഡിയാക് മെഡിസിൻസും കൂടെയൊക്കെ ആയിരിക്കും വേണ്ടി വരുന്നത്. ഇത് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷനിലൂടെ നമ്മൾ ഒന്ന് ബൈപ്പാസ് ഒഴിവാക്കാൻ പറ്റിയെന്നുള്ളതാണ്. 2 ഡയബറ്റീസും അതിനുള്ള മരുന്നും, പ്രഷറിനുള്ള മരുന്നും, ഹാർട്ട് ഡിസീസിനുള്ള മരുന്നും എല്ലാം മാറ്റാൻ പറ്റിയെന്നുള്ളതാണ്. മരുന്ന് നമ്മൾ മാറ്റാൻ പറ്റുന്നത് വിതിൻ 1 മന്ത് പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിക്കവറിക്ക് തന്നെ നമുക്കറിയാം, കാലിൽ മുറിവുണ്ടാവും, ചെസ്റ്റിന് മുഴുവൻ മുറിവുണ്ടാവും. ഇതെല്ലാം ഒന്ന് റിക്കവർ ചെയ്ത് വരാൻ തന്നെ ഒരു 5 to 6 months വേണ്ടി വരും. എന്നാലും പലർക്കും ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയതുപോലെയുള്ള ഒരു നോർമൽ ഫംഗ്ഷനിലേക്ക് പോകാൻ പറ്റാറില്ല. അപ്പം ഈ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ വേറെ നമ്മുടെ ബോഡിയുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, തുടങ്ങുമ്പം 77.2 kg വെയിറ്റ് ഉണ്ടായിരുന്നത് ഡേ 90 ആയപ്പോഴേക്കും 65.8 എത്തി എന്നുള്ളതാണ്. അതുപോലെ BMI 25.1 ഉണ്ടായിരുന്നത് 21.5 കുറഞ്ഞു. BP ത്രൂ നോർമലായിട്ട് നിൽക്കുന്നുണ്ട്. ആദ്യം മെഡിസിനിലാണ് BP കൺട്രോൾ ചെയ്തിരുന്നത്. മൾട്ടിപ്പിൾ മെഡിസിൻ കൺട്രോൾ ചെയ്തിരുന്ന BP ഒരു മരുന്നും ഇല്ലാതെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ അബ്ഡോമിനൽ സർക്കംഫറൻസ് നന്നായിട്ട് കുറവുണ്ടായിരുന്നു. അത് 96 ആയിരുന്നത് 82 കുറഞ്ഞു 90 ദിവസം കൊണ്ട്. അദ്ദേഹത്തിൻ്റെ ബോഡി ഏജ്, അതായത് കലണ്ടർ ഏജ് ശരിക്കും 63 പക്ഷെ അദ്ദേഹം വരുമ്പം 65 ഉണ്ടായിരുന്നു. 2 വയസ്സ് കൂടുതലായിരുന്നു കാണിക്കുന്നത്. അത് 1 മാസം ആയപ്പോഴേക്കും തന്നെ 57 വന്നു. 2 മാസം ആയപ്പോഴേക്കും അത് 53 3 മാസം ആയപ്പോഴേക്കും അത് 49 കുറഞ്ഞു. അതായത് 63 വയസ്സുള്ള ഒരാൾക്ക് 49 ചെറുപ്പത്തിലേക്ക് വരാൻ പറ്റിയെന്നുള്ളതാണ്. അതുപോലെ ബോഡിയിൽ ഫാറ്റ് പെർസെൻറ്റേജ് 32% ഉണ്ടായിരുന്നത് 22% കുറയാൻ പറ്റി. അപ്പം ബേസിക്കലി ഇദ്ദേഹത്തിൻ്റെത് നമ്മളിനി ഒരു 180 days ആകുമ്പോഴേക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് കുറച്ചും കൂടെ ഒരു 60 കിലോയിലേക്ക് വരിക, ബോഡി BMI ഒരു 20 വരിക, വയറിൻ്റെ ചുറ്റളവ് വീണ്ടും കുറഞ്ഞൊരു 75 എത്തിക്കുക, അതുപോലെ കൊഴുപ്പ് വീണ്ടും കുറഞ്ഞ് ഒരു 20 താഴെയെങ്കിലും, പ്രിഫറബിളി എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നമ്മളൊരു 15 ഒക്കെയാണ്. പക്ഷേ ഇത്രയൊക്കെ ഏജ് ഉള്ളപ്പോൾ ഒരു 20 താഴെ നിന്നാൽ തന്നെ നല്ല ഇതാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക, അത്രയും അതിനകത്ത് വേണ്ടി വരുന്നുള്ളൂ. പക്ഷേ ഉഴപ്പി നമ്മൾ കൂടുതൽ ഷുഗറുള്ള സാധനങ്ങൾ എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ ഷുഗർ കൂടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടാനുള്ള സാധ്യതയുണ്ട് ഡെഫിനറ്റ്ലി. അപ്പം നമ്മൾ ഈ 6 മാസം കൊണ്ട് നമ്മുടെ ബോഡിയെ നമ്മൾ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുക. അപ്പോൾ അതിന് സപ്പോർട്ട് മെഡിസിൻ ന്യൂട്രിയൻസ് വേണമെങ്കിലാവാം, അല്ലെങ്കിൽ സെൽഫ് മാനേജ് ചെയ്താൽ സെൽഫ് മാനേജ് ചെയ്യാം. ഈ വെയിറ്റ് കുറയുന്നതോടെ നേരത്തേക്ക് നമ്മളൊരു 2 hours നമ്മൾ ഈ സ്പെഷ്യലായിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് സ്പെൻഡ് ചെയ്യണം. വെയിറ്റ് നോർമലായി ഐഡിയലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരുത്തരും അവനവനൊരു ഹെൽത്തിനെ കുറിച്ചൊരു ഐഡിയൽ, ചിലരൊക്കെ എന്താണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ കുറഞ്ഞ് സിംറ്റംസും ഒക്കെ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉഴപ്പാൻ തുടങ്ങും. പക്ഷേ എപ്പോഴും നമ്മൾ വേണ്ടത് ഐഡിയൽ എത്തിക്കുക, അത് കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ എത്ര കറക്റ്റ് ആകും എന്നുള്ളത് ഇനി 180 days ആകുമ്പോഴേക്കാണ് അദ്ദേഹം എത്ര ഉഴപ്പ് വരുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് പറ്റുക. യൂഷ്വലി അതിനുള്ള സമയത്തും എവരി മന്ത്ലി നമ്മൾ ഐഡിയലി റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എന്തെങ്കിലും കറക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കും. ഇവിടെ ക്ലിനിക്കൽ സപ്പോർട്ടിലും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗപ്രതിരോധത്തിനും രോഗമുക്തിക്കും നിദാനമായ ഇമ്മ്യൂണിറ്റിയെ, ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ശാക്തീകരിക്കാനാണ് ശ്രമിക്കുന്നത്. കേടായ ശരീരകോശങ്ങളെ മാറ്റി പുതിയ ആരോഗ്യമുള്ള കോശങ്ങളെ ഉണ്ടാക്കാനും അതിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാനുമായി 3 കാര്യങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്. 1. ശരീരകോശങ്ങളുടെ നിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങളെല്ലാം ഉത്തമമായ അളവിലും അനുപാതത്തിലും ശരീരത്തിനു ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു.
2. വ്യക്തമായ പ്ലാനിങ്ങോടെയുള്ള മിതമായ വ്യായാമത്തിലൂടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും ഉത്തേജിപ്പിച്ച് രക്തയോട്ടം വർദ്ധിപ്പിച്ച് ശരീരത്തിലടിഞ്ഞ് വിഷാംശം പുറത്തു കളയാൻ ശ്രമിക്കുന്നു. 3. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും വായുവിലൂടെയും ലേപനങ്ങളിലൂടെയും കോസ്മെറ്റിക്കായും മരുന്നുകളായും ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാൻ ശ്രമിക്കുന്നു. പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും സ്ട്രോക്കും അലർജിയും ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങളും ക്യാൻസറും ഒക്കെ ജീവിതശൈലി രോഗങ്ങളുടെ വിഭാഗത്തിലാണ് പെടുന്നത്. ഇന്ന് ലോകത്തിൽ ഉപയോഗിക്കപ്പെടുന്ന മരുന്നുകളിൽ ഏകദേശം 90% ചെയ്യപ്പെടുന്ന ശസ്ത്രക്രിയകളിൽ 90% ഇത്തരം രോഗങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് 90% മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കാനാകുന്നതേ ഉള്ളൂ. രോഗത്തിന്റെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ കണ്ടുപിടിച്ച് പരിഹരിക്കാനും അതിലൂടെ രോഗത്തിൽ നിന്നും മരുന്നുകളിൽ നിന്നും മോചനം നേടാൻ സഹായിക്കുക എന്നതാണ് ഉത്തമമായ ചികിത്സ. ജീവിതശൈലി രോഗങ്ങളെ മരുന്നോ ശസ്ത്രക്രിയയോ കൊണ്ട് മാറ്റാനാകില്ല. കാരണം ഇത്തരം ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവല്ല. അതുകൊണ്ടാണ് ഒരിക്കൽ മരുന്ന് തുടങ്ങിയാൽ മരുന്നുകൾ തുടർച്ചയായി കഴിക്കേണ്ടി വരുന്നത്. രോഗത്തിനൊപ്പം മരുന്നുകളുടെയും ഓപ്പറേഷനുകളുടെയും പാർശ്വഫലങ്ങൾ രോഗിയുടെയും ബന്ധുക്കളുടെയും ജീവിതം ദുസ്സഹമാക്കാൻ ഇടയാക്കരുത്. മരുന്നുകളിൽ നിന്ന് മുക്തി നേടാനായി ജീവിതശൈലി ക്രമപ്പെടുത്താൻ എല്ലാവരും തയ്യാറാകണം. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പ്രോത്സാഹിപ്പിക്കണം. അടുത്തത് ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ വ്യക്തത വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 81 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS-ഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MD-യും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്കും ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97-ൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. വ്യത്യസ്ത ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും ജീവിതശൈലി ക്രമീകരണത്തിന് ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും മറ്റ് സീരീസുകളിലെ വീഡിയോകളിൽ നിന്നും കൂടുതൽ അറിയാനാകും. പ്ലേലിസ്റ്റ് കാണുക. ജീവിതശൈലി രോഗങ്ങൾക്കായി മരുന്ന് കഴിക്കുന്നവർക്കും ഓപ്പറേഷന് തയ്യാറെടുക്കുന്നവർക്കും ഷെയർ ചെയ്യാൻ ഓർമ്മിക്കുക. താങ്ക് യു.